ഇത്രയൊക്കെ ടെക്നോളജി വികസിച്ച കാലത്ത്, ഇത്രയധികം പരിശീലന സൗകര്യങ്ങൾ വർദ്ധിച്ച കാലത്ത്, T20യിൽ 200-ന് മുകളിലൊക്കെ റൺസ് നോർമലായ കാലത്ത് എങ്ങനെ ഒരു ബൗളർ ഇങ്ങനെ ഓരോ ടൂർണമെന്റ് കഴിയും തോറും കൂടുതൽ അപകടകാരിയായി മാറുന്നത്? ബുംറ ബോൾ ചെയ്യാനെത്തുമ്പോൾ ബാറ്റേഴ്സ് ഇപ്പോഴും കൊടുക്കുന്ന റെസ്പെക്റ്റ് കാണുമ്പോൾ അത്ഭുതപ്പെട്ട് പോകാറുണ്ട്. എങ്ങനെയെങ്കിലും തട്ടിയിട്ട് ഓവർ തീർക്കാനാണ് അവർ നോക്കുന്നത്. 250-ന് മുകളിൽ സ്കോർ ചെയ്യേണ്ട കളിയിലാണ് ബാറ്റേഴ്സ് ഇങ്ങനെ ഒരു ബൗളറെ റെസ്പെക്റ്റ് ചെയ്യേണ്ടി വരുന്നത് എന്നും കൂടി ഓർക്കണം. ഇത്രയും ക്വാളിറ്റിയുള്ള ബാറ്റേഴ്സ് അയാളുടെ സ്ലോ ബോൾ ട്രാപ്പിൽ യാതൊരു ക്ലൂവും കിട്ടാതെ വീഴുകയാണ്. എന്ത് ഈസിയായാണ് ബുംറ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്ന് നോക്കുക. ടെസ്റ്റിൽ ബുംറ ഓരോ ബാറ്റേഴ്സിനനുസരിച്ച് കൊണ്ടുവരുന്ന വേരിയേഷൻ കാരണം ഞെട്ടിപ്പോകും. ബുംറ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ വരുക യോർക്കേഴ്സ് ആയിരിക്കും. പക്ഷേ കേവലം ഒരു യോർക്കർ എറിയുന്ന ബൗളറല്ല ബുംറയെന്ന്. അതാണ് അയാളെ ഇപ്പോഴും പ്ലേയബിളായി നിലനിർത്തുന്നത്. അത്രയും സ്ട്രോങ് ആയ ഒരു ക്രിക്കറ്റിൽ ബ്രെയിൻ കൂടിയുണ്ട് ബുംറക്ക്. നിങ്ങൾ ഈ കാലഘട്ടം തന്നെ ശ്രദ്ധിക്കുക. ബോളേഴ്സിന് സർവൈവ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായ കാലഘട്ടത്തിൽ ബുംറ തൻ്റെ ടൂണിനനുസരിച്ച് ബാറ്റേഴ്സിനെ ക്രീസിൽ നൃത്തം ചെയ്യിപ്പിക്കുന്നു. ബുംറ ഈ ടൂർണമെൻറ്റിൽ എക്സ്പോസ്ഡ് ആവും. ആരെങ്കിലും അയാളെ ക്രാക്ക് ചെയ്യും എന്ന് കരുതും. പക്ഷേ അയാൾ കൂടുതൽ ഇൻവിസിബിളായി മാറുന്നു. മുമ്പ് പല ബാറ്റേഴ്സും ക്യാരി ചെയ്തിരുന്ന ബില്യൺ ജനങ്ങളുടെ ഹോപ്പ് ഇന്ന് ഒരു ബൗളർ ക്യാരി ചെയ്യുന്നു. ഇനി 2 ഓവർ ബുംറക്കുണ്ടല്ലോ, കുഴപ്പമില്ല എന്നുള്ള പ്രതീക്ഷ. ഈ യുഗം ബുംറയുടേതാണ്. നിസ്സംശയം പറയുന്നു, അയാൾ ഗോട്ടാണ്.